കട്ടച്ചിറയിലെ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വിദ്യാർത്ഥികൾ ക്രൂരമായ പീഡനത്തിന് വിധേയമാവുന്നുവെന്നും അവിടെ ഇടിമുറിയുണ്ടെന്നും മീഡിയ വൺ 2016 നവംബർ 5-ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ അവിടുത്തെ വിദ്യാർത്ഥികൾ അന്ന് തയ്യാറാവുകയും ചെയ്തു. ഇവിടെ ഇടിമുറി എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് 3 റൂമുണ്ട്. ആ 3 റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് ഇടിക്കുന്നത്. അന്ന് കോളേജ് മാനേജ്മെൻറ്റ് സുഭാഷ് വാസു, ബാബുരാജ്, പിന്നെ ഇവിടെ കുറേ ഗുണ്ടകളുണ്ട്. ഇവിടെ വണ്ടി ഓടിക്കുന്ന മൊത്തം വേറെ ഗുണ്ടകളാണ്. ഇവിടുത്തെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ട്, ബിനു, പുള്ളിക്കാണ് കൂടിയിട്ട് അടിക്കുന്നത്. ഇത്രയും വലിയ ആരോപണമുണ്ടായിട്ടും വെള്ളാപ്പള്ളി നടേശൻ കോളേജിനെതിരെ അന്വേഷണമോ നടപടിയോ ഒന്നും ഉണ്ടായില്ല. ജിഷ്ണു പ്രണോയ് വിഷയം വലിയ ചർച്ചയായപ്പോഴും സർക്കാർ അനങ്ങിയില്ല. ഒടുവിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ മാത്രമാണ് കോളേജ് മാനേജ്മെന്റിനെതിരെ കേസെടുത്തതും അന്വേഷണം ആരംഭിച്ചതും. സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കാൻ നടപടിയുണ്ടാവുമെന്ന വാഗ്ദാനം എത്രമാത്രം പ്രായോഗികമാവുമെന്ന സംശയമാണ് വെള്ളാപ്പള്ളി നടേശൻ കോളേജ് സംഭവം ഉയർത്തുന്നത്. ഓരോ വിദ്യാർത്ഥിയും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമ്പോൾ അതാത് കോളേജുകൾ ചർച്ചയിൽ ഉയർന്നുവരുന്നതിന് പകരം സ്വാശ്രയ മാനേജ്മെന്റുകളുടെ താൻ പ്രമാണിത്വം അവസാനിപ്പിക്കാൻ സമഗ്രമായ നടപടി ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. ആലപ്പുഴയിൽ നിന്ന് ക്യാമറ പേഴ്സൺ മാഹിനോടൊപ്പം ടി കെ ഹരീഷ്, മീഡിയ വൺ.